എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒരു ദൈവജ്ഞന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതിൻ്റെ ഒരു പ്രമാണം ഇതാണ്. ശുചിർദക്ഷ പ്രഗത്ഭോ വാഗ്മീ പ്രതിഭാനവൻ ദേശകാലവിത്ത് സാത്വികോ ന പരിഷൽ ഭീരു സഹാധ്യായീഭിരനഭിഭവനീയ കുശലോ വ്യസനി ശാന്തിക പൗഷ്ടികാഭിചാര സ്നാന വിദ്യാജ്ഞോ വിബുധാർച്ചന വ്രതോപവാസനിരത സ്വതന്ത്രശ്ചാചാര്യോൽപാദിപ്രഭവ പൃഷ്ഠാധിധ്യായന്യത്ര ദേവാത്യാത് ഗ്രഹഗണിത സംഹിതാ ഹോരാ ഗ്രന്ഥാർത്ഥവേദേതി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതില് ആദ്യം നമുക്ക് പറയുന്നത് ശുചി. അപ്പൊ ശുചി എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിയും ആചാരശുദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം. അഥവാ നിർമ്മലനായിരിക്കണം, പരിശുദ്ധനായിരിക്കണം, പവിത്രനായിരിക്കണം. ഇതൊക്കെയാണ് ശുചി എന്നുള്ളതായ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും സമർത്ഥനായിരിക്കണം, കുശലനായിരിക്കണം, നിപുണനായിരിക്കണം എന്നൊക്കെ പറയുന്നു. പ്രഗത്ഭ, അതുപോലെ ഏത് കാര്യത്തിലും ധൈര്യത്തോടും കഴിവോടും കൂടി ഇടപെടാൻ കഴിയുന്നവനായിരിക്കണം. വാഗ്മി, സദസ്സിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. പ്രതിഭാനവാൻ, ഉത്തമമായ പ്രതിഭയും ബുദ്ധിശക്തിയും ഉണ്ടായിരിക്കണം. ദേശകാലവിത്ത്, ദേശത്തിന്റെ അവസ്ഥ, കാലത്തിന്റെ സ്ഥിതിയും അതായത് സന്ദർഭവും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞ ആളായിരിക്കണം. സാത്വിക, സദ്ഗുണത്തോടു കൂടിയ അവനും ശാന്ത സ്വഭാവനൊക്കെ ആയിരിക്കണം. എന്ന പരിഷൽ ഭീരുഹോ, സദസ്സിലോ അല്ലെങ്കിൽ വലിയ ജനങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ ഭയമില്ലാത്തവനായിരിക്കണം, അതായത് നിർഭയനായിരിക്കണം. സഹാധ്യായീഭിരനഭിഭവനീയ, അപ്പോൾ അതിൽ പ്രത്യേകിച്ചിട്ട് അതായത് ഒന്നിച്ച് പഠിച്ച അവരെക്കാട്ട് അവരാൽ തോൽപ്പിക്കപ്പെടാത്തവൻ, അവരെക്കാൾ വിജ്ഞാനമുള്ളവൻ എന്നാണ് പറയുന്നത്. സഹപാഠികളിൽ നിന്ന് തോൽപ്പിക്കാൻ പാടില്ല. അപ്പൊ അവരെക്കാട്ടും ഇതായിട്ട് വേണം എന്നാണ് പറയുന്നത്. കുശലഹ, അതുപോലെ കാര്യങ്ങളിലൊക്കെ വിദഗ്ധനായിരിക്കണം. അവ്യസനീ, ദുശീലങ്ങളോ അതുപോലെ ആസക്തികളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം. ശാന്തിക പൗഷ്ടിക ആഭിചാര സ്നാന വിദ്യാജ്ഞ, ശാന്തി ഹോമങ്ങളെക്കുറിച്ച്, പുഷ്ടിപ്പെടുത്തുന്ന കർമ്മങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അഭിചാരാദി വിഷയങ്ങളെ കുറിച്ചിട്ടുള്ളതായ സ്നാനവിധി, അതുപോലെ തന്നെ സ്നാനവിധികളെ കുറിച്ചിട്ടൊക്കെയുള്ള അറിവുകളൊക്കെ ഉണ്ടായിരിക്കണം. വിബുധാർച്ചന വ്രത ഉപവാസ നിരത, അപ്പോൾ ദേവപൂജ ചെയ്യാനും അതുപോലെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ആളോ ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിലൊക്കെ നിഷ്ഠയുള്ള ആളും കൂടി ആയിരിക്കണം. സ്വതന്ത്ര ച, അപ്പോൾ സ്വതന്ത്ര ച, സ്വയം നിയന്ത്രണമുള്ളവനായിരിക്കണം. അതായത് എല്ലാവരും ഒരു നിയന്ത്രണം വേണം. അതുപോലെ സ്വതന്ത്രമായ സ്വതന്ത്ര എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് സ്വതന്ത്രമായ ചിന്തയോട് കൂടിയവനായിരിക്കണം. പിന്നെയോ ആചാര്യോൽപാദിപ്രഭവ, അപ്പൊ ആചാര്യന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഉപാധ്യായന്മാരിൽ നിന്നൊക്കെ ശരിയായ അറിവ് സിദ്ധിച്ച ആളായിരിക്കണം. അവരിൽ നിന്നൊക്കെ വേണ്ട പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളായിരിക്കണം. പൃഷ്ഠാഭിധ്യായൻ എത്ര ദൈവത്യാത്, അപ്പോൾ ചോദിക്കുന്നവർക്ക്, പൃഷ്ഠാക്കന്മാർക്ക്, അവർ വരുന്നവർക്ക് ഭവിഷ്യത്തുകളോ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ളതായ കഴിവുണ്ടാവണം. ദൈവികമായ പ്രതിപ്രതി വ്യത്യാസങ്ങൾ ഒഴികെയാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയണം. അങ്ങനെയൊക്കെ കഴിവുള്ള ആളായിരിക്കണം. ഗ്രഹഗണിത സംഹിത ഹോര ഗ്രന്ഥാർത്ഥവേത്താഹ, അതുപോലെ ഗ്രഹഗണിതം, സംഹിത, ഹോര എന്നിങ്ങനെ 3 ജ്യോതിഷ സ്കന്ധങ്ങളിലെയും വിഭാഗങ്ങളൊക്കെ ആഴത്തിലുള്ള അർത്ഥവും അറിവുള്ളവനും കൂടി ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമല്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ തന്നെയുള്ളതായ ചില നിബന്ധനകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉത്തമ ദൈവജ്ഞനായിട്ട് തന്നെ സമൂഹത്തിൽ മാറാൻ കഴിയും. സമൂഹത്തിന് ഗുണങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കേവലം ഇത് ഒരു ദൈവജ്ഞൻ എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ നീങ്ങിയാണെങ്കിൽ അവരൊക്കെ ദൈവജ്ഞൻ എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ നീങ്ങിയാണെങ്കിൽ അത്തരം ദൈവജ്ഞന്മാർ സമൂഹത്തിന് നാശത്തെ ഉണ്ടാക്കൂലൂ. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദൈവജ്ഞങ്ങളുടെ ഗുണത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങളുമായിട്ട് അടുത്ത അവസരത്തിൽ പറയുന്നതായിരിക്കും.